അത് ജാതീയമായ വേർതിരിവ് എല്ലാ മേഖലയിലും കടന്നുകൂടിയിട്ടുണ്ട്. അവർണന് എന്തെങ്കിലും സംഭവിച്ചാൽ സവർണന് കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലെ ഒരു നല്ല ശതമാനം ആളുകൾ ഈ ഹർത്താലിനെ അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഹർത്താലിനെതിരെ മുഖം തിരിഞ്ഞു നിന്ന കുറേ ആളുകളുണ്ടാകും. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് ചില ധിക്കാരപരമായ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് അവർക്ക് നിയമപരമായൊരു പരിരക്ഷ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യാൻ കഴിഞ്ഞത്. ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഹർത്താലുകളിൽ കൂലി തൊഴിലാളികളെ പോലെ റോഡ് ബ്ലോക്ക് ചെയ്യാനും സമരം നടത്താനും ഒക്കെ പോയി ജയിലിൽ കിടന്നിട്ടൊക്കെ ഉള്ള ഒരു സമുദായമാണ് പട്ടികജാതിക്കാർ. അപ്പോൾ അവർ സംഘടിച്ച് സ്വന്തമായി നടത്തി വിജയിക്കപ്പെട്ടാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥയുടെ നീളം കുറയുമെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. നമസ്കാരം. നിതിൻ രാജിൻ്റെ നീതിക്കായി ദളിത് ആദിവാസി സംഘടനകൾ സംയുക്തമായി നടത്തുന്ന ഹർത്താൽ കേരളത്തിൽ പരിപൂർണമായിരിക്കുകയാണ്. എന്തായാലും ചില സ്ഥലങ്ങളിൽ കടകമ്പോളങ്ങൾ തുറന്ന് കിടന്നുവെങ്കിലും അത് സംഘടനാ പ്രവർത്തകർ ചെന്ന് അടപ്പിക്കുന്ന ഒരു പ്രവണത വരെ ഉണ്ടായിരിക്കുന്നു. എന്തായാലും 80% ഹർത്താൽ പൂർണ്ണമായിരിക്കുന്നു എന്ന് വേണം നിലവിലിപ്പോൾ പറയാൻ. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് KPMSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ വിനോദ്. അല്ല, കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ സംബന്ധിക്കുന്നൊരു പ്രശ്നമാണ്. അത് ജാതീയമായ വേർതിരിവ് എല്ലാ മേഖലയിലും കടന്നുകൂടിയിട്ടുണ്ട്. ഒരു പട്ടികജാതിക്കാരനായ കുട്ടി മരണപ്പെട്ടപ്പോൾ അതിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കടകളടയ്ക്കുകയും വാഹനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് സഹകരിച്ച ആളുകൾ ധാരാളമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ വളർന്നു വരുന്നൊരു ഇപ്പോഴത്തെ ഒരു സാമുദായിക സമവാക്യങ്ങളും വർഗീയ രാഷ്ട്രീയവുമൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെ വളരെയധികം ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ആ രാഷ്ട്രീയം കടന്നുകൂടിയിട്ടുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനമായി ജനത്തെ രണ്ടായി കാണുന്നു. അവർണന് എന്തെങ്കിലും സംഭവിച്ചാൽ സവർണന് കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളം നമ്പർ 1 എല്ലാ കാര്യങ്ങളിലും, നവോത്ഥാന കേരളം എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ജാതി വളരെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഹർത്താൽ ഇപ്പോൾ വിജയിപ്പിച്ചിട്ടുള്ളത്. വിജയിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിലെ കേവലം ഒരു 10-15% വരുന്ന 10% വരുന്ന പട്ടികജാതിക്കാരും അതുപോലെ ദളിത് ക്രിസ്ത്യൻസ് കുറേ ആളുകളുടെ സഹായവും ഇതിനകത്തുണ്ട്. ഈ ഒരു 17-18% വരുന്ന ആളുകൾ ചേർന്ന് നടത്തുന്ന ഈ ഒരു ഹർത്താൽ ബാക്കിയുള്ള മുഴുവൻ സമുദായങ്ങളും എതിർത്താൽ 100% പരാജയപ്പെടും. പക്ഷേ ഇതെന്തുകൊണ്ട് വിജയിച്ചു എന്നുള്ളത് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലെ ഒരു നല്ല ശതമാനം ആളുകൾ ഈ ഹർത്താലിനെ അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഹർത്താലിനെതിരെ മുഖം തിരിഞ്ഞു നിന്ന കുറേ ആളുകളുണ്ടാകും. അതൊക്കെ കാലം അതിന് മറുപടി കൊടുക്കും അവർക്ക് എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിഭജനത്തെ പ്രോത്സാഹിപ്പിക്കാൻ കേരളം തയ്യാറല്ല എന്നുള്ളതാണ് ഈ ഹർത്താലിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള പാഠം. പൊതുവെ ഹർത്താൽ വിജയിച്ചു എന്നാണ് 100% വിജയിച്ചു എന്നാണ്. ഞങ്ങളുടെ പോപ്പുലേഷൻ അനുസരിച്ച്, ഞങ്ങൾക്കുള്ള പരിമിതികളനുസരിച്ച് ഈ ഹർത്താൽ പരിപൂർണമായും വിജയിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള വലിയൊരു ദളിത് കൂട്ടായ്മ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്താൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം അതൊരു വലിയ പാഠമായി മാറുമെന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹർത്താലിനെ സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. ഹർത്താൽ പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി ഭംഗിയായി വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. അതേപോലെ പോലീസ് അനാവശ്യമായ ഇടപെടലുകളൊന്നും ഹർത്താലിനെ പരാജയപ്പെടുത്താനായി ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ കരുതുകയാണ്. വളരെ മാന്യമായ സമീപനമാണ് പോലീസും അധികാരികളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ആകെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് ചില ധിക്കാരപരമായ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് അവർക്ക് നിയമപരമായൊരു പരിരക്ഷ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യാൻ കഴിഞ്ഞത്. അതില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് റോഡിലിറങ്ങി ഓടാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ആ കിട്ടിയിട്ടുള്ള പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമം പ്രകാരമുള്ള ഒരു പരിരക്ഷ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ട്രാൻസ്പോർട്ടിന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. അത് ഞങ്ങളും ആ നിലയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തകരെയൊന്നും അങ്ങനെ ഡയറക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഹർത്താലൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% വിജയം തന്നെയാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ
പല സ്ഥലങ്ങളിലും കട തുറന്നിരുന്നു. അപ്പോൾ സമരാനുകൂലികൾ വന്നിട്ടാണ് ഈ കടകളെല്ലാം തന്നെ അടച്ചത്. ഈ മറ്റ് സംഘടനകൾ അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ദേശീയ പണിമുടക്കിനെല്ലാം തന്നെ ആൾക്കാരെല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു പ്രവണതയായിരുന്നു. ഇതുപോലുള്ള സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു നിസ്സഹകരണം മറ്റ് സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ ഉണ്ടായതായി തോന്നുന്നുണ്ടോ? അല്ല, അതിൻ്റെ ഒരു പ്രധാന കാരണം രാഷ്ട്രീയ കക്ഷികൾ അത് സപ്പോർട്ട് ചെയ്യാത്തത്. ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഹർത്താലുകളിൽ കൂലി തൊഴിലാളികളെ പോലെ റോഡ് ബ്ലോക്ക് ചെയ്യാനും സമരം നടത്താനും ഒക്കെ പോയി ജയിലിൽ കിടന്നിട്ടൊക്കെ ഉള്ള ഒരു സമുദായമാണ് പട്ടികജാതിക്കാർ. അപ്പോൾ അവർ സംഘടിച്ച് സ്വന്തമായി നടത്തി വിജയിക്കപ്പെട്ടാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥയുടെ നീളം കുറയുമെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. പിന്നെ രണ്ട് എന്ന് പറയുന്നത്, ഞങ്ങളെ പ്രചരണ പരിപാടികളെ പൂർണ്ണമായി തടസ്സപ്പെടുത്താൻ ഗവൺമെൻറ് ശ്രമിച്ചു. മുഴുവൻ സ്ഥലങ്ങളിലും മൈക്ക് അനൗൺസ്മെൻറ്റുകൾ ഈ എല്ലാ ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് മൈക്ക് പ്രചരണം നടത്തി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമം നടത്തി. പക്ഷേ കേരളത്തിലെമ്പാടും മൈക്ക് അനൗൺസ്മെൻറ്റ് തടഞ്ഞു. ഞങ്ങൾക്ക് മൈക്ക് ഓർഡർ തന്നില്ല. പണം അടച്ച സ്ഥലത്ത് പോലും മൈക്ക് ഓർഡർ തരാതെ നിങ്ങൾ വാഹനം ഇറക്കി ഓടിച്ചോളൂ, മൈക്ക് അനൗൺസ് ചെയ്തോളൂ എന്ന് പറയുകയും പിന്നെ നമ്മുടെ വണ്ടിയെ പിടിച്ച് വലിയ ഫൈൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്രചരണ രംഗത്ത് ഞങ്ങൾക്ക് അത്രത്തോളം കടന്നു കയറി. ഞങ്ങൾ നടത്തിയ പ്രചരണം സോഷ്യൽ മീഡിയ വഴിയാണ്. ഹർത്താലിൻ്റെ മീഡിയ കുറേ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, വിഷ്വൽ മീഡിയ നമ്മളെ കുറേ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ നമുക്ക് ആ പ്രചരണ രംഗത്ത് താഴെത്തട്ടിൽ വരെ എത്തിക്കാനോ മുഴുവൻ വ്യാപാരികളുടെ കടകളിൽ പോയി കട അടയ്ക്കണം എന്ന് പറയാനോ കഴിഞ്ഞിട്ടില്ല. പിന്നെ രണ്ട്, നമ്മുടെ പോപ്പുലേഷൻ എല്ലായിടത്തും ഒരുപോലെ ഇല്ല. അപ്പോൾ ഓരോ കേന്ദ്രങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ കേന്ദ്രങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. മറ്റ് കേന്ദ്രങ്ങൾ മറ്റ് സവർണരും മറ്റാളുകളൊക്കെ താമസിക്കുന്ന കേന്ദ്രങ്ങളാണ്. അവിടെ പോയി ഇത് പറയാൻ തന്നെ നമുക്കവിടെ ആളുണ്ടാവില്ല. മിക്കവാറും നമ്മളൊരു കോളനി സിസ്റ്റത്തിലാണല്ലോ ജീവിക്കുന്നത്. മിക്കവാറും അതായത് ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതെ അതെ, അത് 100%. അതങ്ങനെയാണ്. നമ്മളെ അംഗീകരിക്കാണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഇത് അംഗീകരിച്ച ധാരാളം ആളുകളുണ്ട്. നമ്മൾ പോയി പറഞ്ഞ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കട അടച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്താതെ വന്ന സ്ഥലങ്ങളിൽ ചില ഈ ചാല മാർക്കറ്റ് പോലുള്ള ചില സംഘടിതമായ മുതലാളിമാരുടെ സംഘടിത ശേഷിയുള്ളതുകൊണ്ടും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് കാര്യമായി എടുക്കേണ്ടല്ലോ. എല്ലാ സമരത്തിനും 100% പിന്തുണ ഒന്നും നടക്കാറില്ലല്ലോ. ഇപ്പോൾ തന്നെ ഇടതുപക്ഷ മുന്നണിയൊക്കെ ചേർന്ന ആൾ ഇന്ത്യ ദേശീയ പണിമുടക്കാണ്. എത്ര ശതമാനം വിജയം ഉണ്ടായിരുന്നു? ഇതിൻ്റെ വിജയത്തിലല്ല, നമ്മൾ വെച്ച ഒരു ആശയം, നമ്മൾ വെച്ചൊരു ഡിമാൻഡ്, ആ ഡിമാൻഡിനോട് ജനങ്ങളുടെ പ്രതികരണം, കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും പ്രതികരണം നമുക്ക് അനുകൂലമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിതിൻ രാജിൻ്റെ ആ ഒരു അവസ്ഥ ഏതൊരാൾക്കും ഇനി വന്നുകൂടായില്ല. അതെ അതെ, ആർക്കും വരാം. ഇന്ന് പട്ടികജാതിക്കാരന്, നാളെ വേറൊരു വിഭാഗത്തിന്, ഇങ്ങനെ ഒരാൾ കഴിയുമ്പോൾ വേറൊരാളായിരിക്കും. അപ്പോൾ എല്ലാ ആളുകൾക്കും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളെ മക്കളെ പറഞ്ഞയക്കുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ ആളുകൾക്കും ഉണ്ടാകും, എല്ലാ സമുദായത്തിലുള്ള ആളുകൾക്കും ഉണ്ടാകാം. പക്ഷെ ചില ആളുകൾക്ക് സമുദായ പ്രൊട്ടക്ഷനുണ്ട്. ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ പ്രൊട്ടക്ഷനുമില്ല, കോളേജിനകത്തു നിന്നുള്ള പ്രൊട്ടക്ഷനുമില്ല. അവർക്കൊരു ഉണ്ടാകുന്ന ഇൻസിഡൻസിലൊന്നും ഈ മറ്റ് സമുദായങ്ങളൊന്നും വന്ന് കുട്ടികൾ പഠിക്കാൻ വരുന്ന കുട്ടികളാരും തന്നെ അതിന് അനുഭവപൂർവ്വമായ നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകും സമൂഹത്തിൽ. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് ഈ അനാഥത്വം തോന്നുകയും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ടായത്. പിന്നെ എന്ത് ചെയ്താലും ചോദിക്കാനില്ല. ഇവിടെ ഇപ്പോൾ നമ്മളൊരു മാനേജ്മെൻറ്റിനെതിരെ പറയും. രാഷ്ട്രീയ പാർട്ടികളുടെ കോളേജുകളുടെ അവരുടെ ചെങ്കോട്ടകളായി വെച്ചിരിക്കുന്ന SFI ഉണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ ഇടിമുറികളുണ്ട് മുഴുവൻ കോളേജുകളിൽ. ആ കോളേജുകളിലെ ഇടിമുറികളിൽ അവരുടെ രാഷ്ട്രീയ കക്ഷിയിൽ വിശ്വസിക്കാത്ത എത്രയോ ചെറുപ്പക്കാരെ കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവമാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു സമൂഹത്തിൽ ഇങ്ങനെ പട്ടികജാതിക്കാരനോടുള്ളൊരു അസ്പൃശ്യതയും ഒരു അവഗണനയും നിലനിൽക്കുന്നുണ്ട്. അതിനകത്തൊന്നും കേരളം മാറിയിട്ടില്ല. ഇപ്പോഴും കേരളം മാറിയിരുന്ന കേരളത്തെ തിരിച്ച് അവിടേക്ക് കൊണ്ടുപോകാൻ ചില ശക്തികളുടെ വലിയ ഒരു പ്രയത്നം ഇവിടെ നടക്കുന്നുണ്ട്, കഴിഞ്ഞ കാലത്തിലേക്ക് തന്നെ. എന്നാൽ അത് ഈ ജനം മനസ്സിലാക്കാതെ ഇവരും കൂടി പോയി അതിനകത്ത് തലവെച്ച് കൊടുക്കുന്നുണ്ട്. പഴയ ഒരു ഇരുണ്ട കാലത്തിലേക്ക് കേരളത്തെ തിരികെ കൊണ്ടുപോകാനുള്ളൊരു സംഘടിതമായ ശ്രമം ഒരു വിഭാഗം നടത്തുന്നുണ്ട്. അതാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 80% ഹർത്താൽ പൂർണ്ണമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. പല സ്ഥലങ്ങളിലും പൂർണ്ണമായും ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. തലസ്ഥാനത്തെ
സംബന്ധിച്ച് സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ ഓടുന്നുണ്ട്. KSRTCയും നിരത്തിലുണ്ട്. അതേസമയം കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. രാവിലെ ഒരു 7 മണി 7:30 കടകമ്പോളങ്ങളെല്ലാം തന്നെ തുറന്നിരുന്നു. എന്നാൽ സമരാനുകൂലികൾ വന്ന് അത് അടപ്പിക്കുകയായിരുന്നു. നിലവിലിപ്പോൾ ഈ അത്യാവശ്യമായുള്ള മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള കടകൾ മാത്രമേ നിലവിലിപ്പോൾ തുറന്നിട്ടുള്ളൂ. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.